എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു പായസമാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പായസത്തിന് വേണ്ടിയിട്ട് 3 ഏത്തപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെ കറുത്ത ഭാഗമൊക്കെ മാറ്റി ചെറുതായിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ശർക്കര വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട്. 1.5 തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണിത്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും അവസാനം നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് നെയ്യും ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇത് കുറച്ച് ചൗവരിയാണ്, സാബുദന എന്നും പറയും. ഇത് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നന്നായി വേവിച്ചെടുത്തതാണ്. ഉരുളിയിലാണ് ഇവിടെ പായസം ഉണ്ടാക്കുന്നത്. പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചൂടുകട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ മുറിച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുമെന്ന് തോന്നുന്ന സമയം മുതൽ തീയൊന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഏത്തപ്പഴം പായസം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് നെയ്യിലൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ ആ നെയ്യിൽ വറുത്തതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് പായസത്തിന് കിട്ടും. ചെറുതായിട്ട് മുറിക്കുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഇത് വെന്തും വരും. തീ കുറച്ചിട്ടതിന് ശേഷം ഇടയ്ക്ക് ഇതൊന്ന് അടച്ചു വെച്ചും വേവിച്ചെടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഏത്തപ്പഴം ഇവിടെ വെന്തു പാകമായിട്ടുണ്ട്. ഇതിനി ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ പായസത്തിൻ്റെ അകത്ത് ഏത്തപ്പഴത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമുക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടും. അതൊരു നല്ല ടേസ്റ്റാണ്. ഏത്തപ്പഴം നന്നായി വെന്തെന്ന് മനസ്സിലാകുമ്പോൾ ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിക്കാം. ഈ സമയം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ചൗവരിയാണ് ഇതിലേക്ക് വേവിച്ച് ചേർത്തിരിക്കുന്നത്. ചൗവരി വേവിക്കുമ്പോൾ എടുക്കുന്ന ചൗവരിയുടെ 5-6 ഇരട്ടി വെള്ളത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. അടുത്തതായി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാലിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളം കുറച്ചൊഴിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് വറ്റി വരാൻ ഒരുപാട് സമയമെടുക്കും. പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് ചൗവരി ഇതുപോലെ വെളുത്ത് കിടക്കും. പായസം ഉണ്ടായി വരുമ്പോഴേക്ക് ഈ ചൗവരി നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് മാറും. ആദ്യം ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ തേങ്ങാപ്പാൽ വറ്റി വരുമ്പോൾ ചെറുതായിട്ട് പായസം പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ഈ സമയം ബാക്കി പകുതി 2-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പാലും ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയമാകുമ്പോഴേക്ക് തേങ്ങാപ്പാലിൻ്റെ അകത്ത് കിടന്ന് ഏത്തപ്പഴത്തിനും ചൗവരിക്കുമൊക്കെ നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ടാവും. 2-ാമതായിട്ട് ഒഴിച്ച തേങ്ങാപ്പാലും ഇവിടെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4-5 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള പാലാണ്. വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം പായസം അധിക സമയം അടുപ്പത്ത് വയ്ക്കുന്നില്ല. ഉടനെ തന്നെ അടുപ്പത്ത് നിന്ന് മാറ്റുന്നുണ്ട്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 പഴം ഉണ്ടെങ്കിൽ ഒരു 5-6 പേർക്കുള്ള പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.